ஜோசப் விஜய் எனும் நான் உண்மையான நம்பிக்கையும் மாறா பற்றும் கொண்டிருப்பேன் என்றும் விருப்பு வெறுப்பை விலக்கி பலதரப்பட்ட மக்கள் அனைவருக்கும் நேர்மையானதை செய்வேன் என்றும் ஆண்டவன் மீது ஆணையிட்டு உறுதிமொழிகிறேன். ഇനി ചീഫ് മിനിസ്റ്റർ വിജയ് ചെന്നൈ പാർക്ക് ടൗൺ നെഹ്റു സ്റ്റേഡിയത്തിൽ ആവേശോജ്വല സദസ്സിനെ സാക്ഷിയാക്കി സത്യപ്രതിജ്ഞ. ഗവർണർ രാജേന്ദ്ര ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. 9 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. ചടങ്ങിൽ പങ്കെടുത്ത് രാഹുൽ ഗാന്ധി അഭിനന്ദിച്ച് പ്രധാനമന്ത്രി. ഗാർഡ് ഓഫ് ഓണർ നൽകി സെക്രട്ടേറിയറ്റിൽ സ്വീകരണം. சத்தியப்பிரதிஜ்ஞை பின்னாலே சினிமா ஸ்டைலில் விஜய். தூதெல்லாம் கிடையாது. நானும் ஒரு இயல்பான ஒரு வாழ்க்கை வாழ்ற ஒரு சாதாரணமான மனுஷன் தான். நான் முன்னாடியே சொன்ன மாதிரி அது செய்வேன் இது செய்வேன்னு பொய்யான வாக்குறுதிகள்லாம் கொடுத்து உங்களை தான் ஏமாத்த மாட்டேன். இத்தனை கோடி மக்கள் என் கூட இருக்கும் போது எது வந்தாலும் பாத்துக்கலாம், என்ன வந்தாலும் பாத்துக்கலாம் அப்படின்ற அந்த கான்பிடன்ஸ் என் மனசுல இருக்கு. DMK സർക്കാരിന് വിമർശനം. മുമ്പുണ്ടായിരുന്നവർ ഖജനാവ് തൂത്ത് കാലിയാക്കി. ഞാൻ സർക്കാരിന്റെ പണമെടുക്കില്ല, ആരെയും എടുക്കാനും അനുവദിക്കില്ല. പതിവ് തെറ്റിച്ച് ഉടനടി ആദ്യ ഉത്തരവുകളും പുറത്തിറക്കി. 200 യൂണിറ്റ് വൈദ്യുതി സൗജന്യം. ആന്റി ഡ്രഗ് സ്ക്വാഡും സ്ത്രീ സുരക്ഷാ സേനയും രൂപീകരിക്കും. മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ കോൺഗ്രസ് തലപ്പത്ത് അതിതീവ്രമായ ശ്രമങ്ങൾ തുടരുന്നു. ഇന്നോ നാളെയോ പ്രഖ്യാപിക്കും. VD സതീശൻ കൊച്ചിയിൽ, രമേശ് ചെന്നിത്തല ഡൽഹിയിൽ തുടരുന്നു. ഫ്ലെക്സ് യുദ്ധത്തിന് താൽക്കാലിക ശമനം. ഹൈക്കമാൻഡ് എന്ത് തീരുമാനിച്ചാലും അംഗീകരിക്കുമെന്ന് K മുരളീധരൻ. കേരളത്തിലെ തോൽവിയുടെ കാരണങ്ങളടക്കം ചർച്ച ചെയ്ത് CPM പോളിറ്റ് ബ്യൂറോ. ഡൽഹിയിൽ തുടരുന്നു യോഗം. പ്രതിപക്ഷ നേതാവാരെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കും. പ്രഖ്യാപനവും ഇന്ന് തന്നെ ഉണ്ടാവാൻ സാധ്യത. ജോസ് കെ മാണിയെ വീണ്ടും പാർട്ടിയിലേക്ക് തിരികെ ക്ഷണിച്ച് അപ്പു ജോൺ ജോസഫ്. മാണി സാറിന്റെ പാർട്ടി മടങ്ങി വരണം. കർഷക വിഷയങ്ങളിൽ സർക്കാരിന് വീഴ്ച പറ്റിയാൽ എതിർക്കാൻ പ്രതിപക്ഷത്തെ MLA ഇല്ല. ചെയർമാൻ വാതിലടയ്ക്കും വരെ തുറന്നു കിടക്കും. ധൂർത്തപുത്രൻ എന്ന പരാമർശം ജോസിനെ വിഷമിപ്പിച്ചെങ്കിൽ പിൻവലിക്കുന്നുവെന്നും അപ്പു ജോൺ ജോസഫ്. ഭീകരാക്രമണ മുന്നറിയിപ്പ്. കനത്ത സുരക്ഷാ വലയത്തിൽ ഡൽഹി. ഉത്തരേന്ത്യൻ നഗരങ്ങളിൽ സ്ഫോടനങ്ങൾക്ക് പാക് ഭീകര ശൃംഖല ഷഹ്സാദ് ഭട്ടി പദ്ധതിയിട്ടെന്ന് രഹസ്യ വിവരം. ലക്ഷ്യമിടുന്നത് BJP ആസ്ഥാന മന്ദിരവും ലൂട്ടൻസിലെ സർക്കാർ കെട്ടിടങ്ങളും. ഓൾഡ് ഡൽഹിയിലെ ക്ഷേത്രങ്ങൾക്കും ഭീഷണി. ചാന്ദിനി ചൗക്കിലെ തിരക്കേറിയ സ്ഥലങ്ങൾ പ്രത്യേക നിരീക്ഷണത്തിൽ. മാനസിക വെല്ലുവിളി നേരിടുന്ന സ്ത്രീക്ക് നേരെ ലൈംഗികാതിക്രമം. സംഭവം കാട്ടാക്കട KSRTC ബസ് സ്റ്റാൻഡിൽ. പീഡിപ്പിച്ചത് ക്രിമിനൽ കേസ് പ്രതി ബ്രൂസ്ലി ഷിബു. പ്രതിക്കായി അന്വേഷണം ഊർജിതം. കളമശ്ശേരിയിൽ പോത്തിന്റെ ആക്രമണത്തിൽ വയോധികന് ദാരുണാന്ത്യം. മരിച്ചത് കൈപ്പടമുകൾ സ്വദേശി അബു. പോത്ത് വെട്ടിയത് ഇന്നലെ വൈകിട്ട് കൃഷിസ്ഥലത്ത് നിന്നും ഓടിക്കാൻ ശ്രമിക്കുന്നതിനിടെ. ആശങ്ക വർദ്ധിപ്പിച്ച് കാസർഗോഡ് ദേശീയപാതയിൽ വീണ്ടും വിള്ളൽ. മട്ടലായി ശിവക്ഷേത്രത്തിന് സമീപം റോഡ് വിണ്ടുകീറി. വിള്ളൽ കൂടുതൽ ഭാഗങ്ങളിലേക്ക്. പ്രദേശത്ത് ഗതാഗത നിയന്ത്രണം.